ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ചപ്പാത്തിക്കോ പൂരിക്കോ അതുപോലുള്ള ചോറ് വേണേലും കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു ഐറ്റമായിരുന്നു ചെയ്യുന്നത്. കാബേജും ക്യാപ്സിക്കമൊക്കെ വെച്ച് നല്ല അടിപൊളി ഒരു ഐറ്റമായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഒരു പക്ഷേ അറിയാൻ പറ്റാറുണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്രയോജനപ്പെടും. നമുക്ക് സമയം കളയാതെ റെഡിയാക്കാം. ഈ കാബേജും ഈ ക്യാപ്സിക്കമൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ പുറത്തെ ആ കേടുള്ള ഭാഗം എല്ലാം കളഞ്ഞതിന് ശേഷം വേണം എടുക്കാനായിട്ട്. ഞാൻ കുറേ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞാണ്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ ക്യാബേജ് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇതിപ്പം ഒരു ചെറിയ ക്യാബേജ്, ഞാനിത് മൊത്തം എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് എടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ സാധാരണ തോറിന് കൊത്തി അരിയുന്ന പോലല്ല, ഇതേപോലെ നീളത്തിൽ വേണം ഇത് അരിഞ്ഞെടുക്കാൻ. ഇതിപ്പം ഒരാവി കൊള്ളുമ്പോഴത്തേക്ക് ഇതങ്ങ് അവിഞ്ഞു പോകും അല്ലേ. ഇതേപോലെ ഒരു വലിയ ക്യാപ്സിക്കം കൂടെ പിന്നെ അകത്തേക്ക് ഒരു വകയും ക്യാബേജും ക്യാപ്സിക്കമൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. ഇതേപോലെ ഒരു കടായി ചീനച്ചട്ടി എന്തെങ്കിലും അടുപ്പത്തിട്ട് വെക്കുക. അപ്പം നമ്മൾ ചെയ്യുന്നത് ക്യാബേജ്, ക്യാപ്സിക്കം, അതുപോലെ മുട്ട വേണമെങ്കിൽ ചേർക്കാൻ, ഞാൻ മുട്ടയുടെ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്ത് ഒരു മസാലയാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഈ കടായി ഒന്ന് ചൂടായതിന് ശേഷം നമുക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ കണക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെക്കുക. ഒരു വലിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ ഒരു 5-10 വെളുത്തുള്ളി അരിഞ്ഞത് ഈ ചൂടായ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക. രണ്ടും കൂടെ നോക്കുക. ഇനി ഇത് ഇളക്കി കൊടുക്കും. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് തന്നെ 2 പച്ചമുളക് അവിടുന്ന് അരിഞ്ഞിടാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു വലിയ 2 സബോള ഇതേപോലെ നീളത്തിലരിഞ്ഞത്. അപ്പോൾ കാബേജ് എന്തുമാത്രം എടുക്കുമോ അതനുസരിച്ച് സബോളയും കൂടെ എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ അത്ര എടുത്തുകൊണ്ട് 2 സബോള എടുത്തിരിക്കുന്നത്. ഈ സബോള അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഈ സബോളയും കൂടെ ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ സവോളയൊക്കെ ഒന്ന് വഴറ്റി വരുന്നുണ്ട്. ഇതേപോലെ നന്നായിട്ട് വഴറ്റി ഇട്ടിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്തു. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് മുളക് പൊടിയാണ് ആവശ്യമുള്ളത്. ഒരു 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ടതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക. ആ പൊടികൾ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പൊടികളൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് തീ ഒരു കൺട്രോൾ ചെയ്ത് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് ഇളക്കി ഈ പൊടികളുടെ ആ പച്ചച്ചുവയല്ല അതൊന്ന് മാറണം. അപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചച്ചുവയൊക്കെ ഇത് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാബേജ് അത് അങ്ങോട്ടിട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ആ ചേർത്ത മസാലയായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിടും. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഇളക്കുക. ഇപ്പോൾ നമ്മൾ ഈ ക്യാബേജ് അരിഞ്ഞത് ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. എണ്ണ വല്ല കുറവായിട്ട് തോന്നുകയാണെങ്കിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഒരു 5 മിനിറ്റ് ആയതിനു ശേഷം നല്ലപോലെ വഴറ്റിയിട്ടുണ്ട്.
നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ക്യാപ്സിക്കം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇതൊന്നും നമ്മുടെ നാട്ടിലെ പുട്ടൊന്നും അല്ല ഇത് കേട്ടോ. പക്ഷേ എന്നാലും ശരി ഒരു വ്യത്യസ്തമായ രീതിയിലൊന്നും ചെയ്തെന്നേ ഉള്ളൂ. കാര്യം ചപ്പാത്തിക്കൊക്കെ ഒരേ രീതിയിലൊക്കെ എന്നും കഴിക്കുമ്പോൾ ഒരു മടുപ്പ് തോന്നുന്നു. ഇതേപോലെ എന്തെങ്കിലും വ്യത്യസ്തമായ രീതിയിലാകുമ്പോൾ അത് നല്ലതായിരിക്കും. ഈ കാര്യം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുകൂടെ ക്യാപ്സിക്കം ഇട്ടതിന് ശേഷം നമുക്ക് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി കൂടെ ചേർക്കാം. ഈ ചെറിയ തക്കാളി ആയിട്ട് ഞാനൊരു 3 എടുത്തതേ ഉള്ളൂ. വലുതാണെങ്കിൽ ഒരു 2 എടുത്താൽ മതി. ഇതേപോലെ ആയിരിക്കും മുടിക്കുന്നത്. അപ്പോൾ തക്കാളിയൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടി കൂടി ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുക്കും. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കണം. തീ ഒരു മീഡിയം രീതിയിലാക്കിയിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇപ്പം നമ്മൾ തീ ഒരു മീഡിയം രീതിയിലാക്കിയതിന് ശേഷം ഇതൊന്ന് മൂടി വെക്കണം. നന്നായിട്ടൊന്ന് മൂടി വെച്ചതിന് ശേഷം ഒരു 5-6 മിനിറ്റ് ചെറിയ തീയിലൊന്ന് ഇരിക്കട്ടെ. ഇപ്പോൾ ഏകദേശം ഒരു 4-5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഒരു മീഡിയം തീയിൽ നമ്മൾ വെച്ചിരുന്നതാണ്. ഇപ്പോൾ ഇതെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ല ഒരു ടേസ്റ്റി മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് തുറന്ന് നോക്കാം. ഇനി ഇതൊന്ന് ഇളക്കി. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് നമുക്കൊരല്പം മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മുടെ നാട്ടിൻപുറത്തെ ഡിഷൊന്നും അല്ല ഇത്. പക്ഷേ സംഭവം നല്ല കിടുവായിട്ട് അല്പം മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം ഇളക്കി. ഇത് ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു ഐറ്റമാണ്. ഇപ്പോൾ വെജിറ്റബിൾ മാത്രം കഴിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. ഇപ്പോൾ ചപ്പാത്തി എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കിയ വെജിറ്റബിൾ കറി മാത്രം ഉപയോഗിക്കുന്നു. അവർക്ക് വേണമെങ്കിൽ ഇതിനകത്ത് മുട്ട ഒന്നും ചേർക്കാതെ തന്നെ ഈ ഒരു ഗ്രേവി കൂട്ടി കഴിക്കാവുന്നതാണ്. മുട്ടയും കൂടെ ഒക്കെ നമ്മൾ ഇതിനകത്ത് ചേർക്കുമ്പോഴത്തേക്കും കുറച്ച് പ്രോട്ടീനും മറ്റു കാര്യങ്ങളും കൂടെ കിട്ടില്ല. അതുപോലെ കുട്ടികൾക്കൊക്കെ കൊടുക്കണമെങ്കിലും നല്ലതാണ്. 2 കോഴിമുട്ടയും കൂടെ പുഴുങ്ങി അതുകൂടെ ഞാൻ ഇതിനകത്തോട്ട് ഇടുകയാണ്. 2 കോഴിമുട്ടയും കൂടെ. നല്ലപോലെ ചൂടായതിന് ശേഷം അടുപ്പം നിർത്താം. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കൻ മുട്ടയൊക്കെ വെച്ചാൽ അടിപൊളി ഒരു ഐറ്റമാണ്, മസാലയാണ് നമ്മളിന്ന് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാമല്ലോ എന്നും നമ്മുടെയൊക്കെ വീട്ടിൽ ഇതേപോലുള്ള പല രീതിയിലുള്ള കറികളൊക്കെ വെക്കും ചപ്പാത്തിക്ക്. പക്ഷേ ഈ രീതി നിങ്ങൾ വെച്ചിട്ടുണ്ടോ? ഒരു വെറൈറ്റിയൊക്കെ ആഗ്രഹിക്കാത്ത ആരായല്ലേ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്തു വെക്കാവുന്നേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റും ഇത്. ചപ്പാത്തിയൊക്കെ ആയിട്ട് എല്ലാം വന്നിട്ടുണ്ട് കഴിക്കാനായിട്ട്. നമുക്ക് ഇതൊന്ന് ചാറെടുക്കാം. ഗ്രേവിയൊക്കെ അങ്ങോട്ട് വെച്ച് ഇനി അങ്ങോട്ട് മുറിച്ചിട്ട് നഷ്ടണ്ട കഴിച്ചോ. നമ്മൾ കഴിച്ചു നോക്കണം. എന്നാലും ഇത് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവർ ഉണ്ടാക്കി കഴിക്കത്തുള്ളൂ. പാത്രമൊക്കെ കഴിക്കുന്നവര് ഇത്തിരി വ്യത്യസ്തമായ രീതിയിലൊക്കെ നമ്മളെയൊക്കെ നാട്ടിൻപുറത്തായാലും ഇതേപോലെ ചെയ്യണമല്ലോ. പിള്ളേർക്ക് മണക്കി കൊടുത്താൽ അവർ കഴിച്ചോളും അല്ലേ. നല്ല ടേസ്റ്റുണ്ട് കേട്ടോ. ചെയ്ത് നോക്കാം. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇഷ്ടപ്പെട്ടു? എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ചെയ്ത് നോക്കാം. ഒത്തിരി എരിവുമില്ല, പാകത്തിന് അല്ലേ. കറക്റ്റ് രീതി പിള്ളേർക്കാണേലും വലിയവർക്കാണേലും എല്ലാം കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ടേസ്റ്റി ആയിട്ടുള്ള അല്ലേ. അപ്പോൾ ചെയ്തു നോക്കുക കേട്ടോ. ഇനി ഒരു കാര്യം ഇവിടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലോ കേട്ടോ. വേറെ വീഡിയോ നമുക്ക് പെട്ടെന്ന് വരാം. ബൈ.